വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതകളുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. സ്വകാര്യ ആംബുലൻസ് ഏജൻസിയാണ് മൃതദേഹം സൂക്ഷിച്ചത്. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് കാണിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത് മാനന്തവാടി ASPക്ക് പരാതി നൽകി. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഇതിൽ ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ഈ വിദേശ വനിത എപ്പോൾ മരിച്ചു, എങ്ങനെയായിരുന്നു മരണം സംഭവിച്ചത്, എന്തുകൊണ്ട് ഇവരുടെ ഉറ്റവർക്ക് ഈ മൃതദേഹം വിട്ടു നൽകിയില്ല എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, ഇത് 19-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഈ കാമറൂൺ സ്വദേശിയാണ് ഈ വനിത, വിദേശ വനിത. ഈ കാമറൂൺ സ്വദേശി മരിക്കുന്നത് 19-ാം തീയതിയാണ്. എന്നാൽ പിന്നീട് ഇത് സ്വകാര്യ ആംബുലൻസ് സർവീസിന്റെ നേതൃത്വത്തിൽ 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഈ സ്വകാര്യ വ്യക്തിയുടെ ഫ്രീസറിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇത്രയും ദിവസം, അതായത് 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫ്രീസറിൽ ഈ മൃതദേഹം സൂക്ഷിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. അതായത് ഇവരുടെ റിലേറ്റീവ്സിനെ അറിയിക്കാനോ അല്ലെങ്കിൽ മറ്റു പ്രോസസ്സുകൾക്കോ ആയിരുന്നെങ്കിൽ അത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ അടക്കം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം നടക്കേണ്ടത്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് സ്വകാര്യ വ്യക്തിയുടെ ഫ്രീസറിൽ വെച്ചിരിക്കുന്നു, 6 ദിവസത്തോളം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് അവയവ കച്ചവടത്തിനുള്ള ഒരു സാധ്യതയില്ലേ ഇതിന് എന്നുള്ളതാണ് ഈ ഒരു പരാതിക്കാരൻ ചോദിക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റാണ്. തന്നെയാണ് ഇത്തരം സംശയങ്ങൾ നിഴലിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടിയാണ് ഈ വിഷയത്തിൽ കൂടുതൽ നിർണായകമായി മാറുന്നത്. അർജുൻ PS ആണ് വയനാട് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.